ഏവർക്കും ദേവദാരുവിലെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. പുരുഷ സൂക്തത്തെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ആദിവിരാട് പുരുഷനെ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടനാഥനായ, അതായത് ആദിനാരായണനായ മഹാവിഷ്ണുവിനെ വർണ്ണിക്കുന്ന പുരുഷ സൂക്തം. ഇത് മന്ത്രങ്ങളിൽ വെച്ച് ഒന്നാം മന്ത്രമായിട്ടാണ് ഈ നാരായണ മന്ത്രത്തെ കാണുന്നത്. ശത്രുഛേദകൈക മന്ത്രവും, അതായത് ശത്രുഛേദക മന്ത്രവും ജന്മസാഫല്യ മന്ത്രവും ഒക്കെയാണ് ഈ മന്ത്രം. ഇത് ഏതൊരു ജ്യോതിഷൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും പറയും പുരുഷ സൂക്താർച്ചന ചെയ്യൂ എന്ന്. നമ്മൾ സ്വയം ചൊല്ലി ഭഗവാനെ നേടൂ എന്ന്, ഭഗവാനെ അറിയൂ എന്ന്. അങ്ങനെ ചെയ്യുന്നവർക്ക് ഭഗവാൻ, അതായത് മഹാവിഷ്ണുവിൻ്റെ അമ്പലങ്ങളിലാണ് ഇത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ അമ്പലങ്ങളിലാണ് ഇത് ചെയ്യേണ്ടത്. നിത്യവും ബ്രാഹ്മമുഹൂർത്തത്തിൽ ശുദ്ധവൃത്തിയോടുകൂടിയാണ് ഈ പുരുഷ സൂക്തം ജപിക്കുന്നത്. അങ്ങനെ ജപിക്കുന്നവോ അവർക്ക്, അല്ലെങ്കിൽ അവനിൽ ഒരു പാപദോഷങ്ങളും ഏൽക്കുകയില്ല. ആദിവിരാടനായ ആ മഹാപുരുഷനായ സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ ഒരു കവചം തന്നെ അവനിൽ തീരും. അതായത് ഭഗവാൻ അവനിൽ ഈ ചൊല്ലുന്ന ഏതൊരു ഭക്തനാണോ പുരുഷ സൂക്തം ചൊല്ലുന്നത്, ഭഗവാൻ അവന് ഒരു കവചം തന്നെ അവിടെ തീർക്കും.